രണ്ട് പാളിനെടുത്താ പാളിക്കല്ല് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെന്നേ ഒരു 560 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയുടെ പണി മുൻപ് നമ്മൾ വീഡിയോയിലിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് ഇന്നുകൂടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണാൻ ഫൗണ്ടേഷൻ ചെയ്തെന്നൊക്കെ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഉള്ളിലും പുറത്തും സിമെൻ്റ് ഇല്ലാതെ അടിച്ച് പണിതാണ്, ഡ്രൈ പാക്കിംഗ് എന്ന് പറയാം. ഈ പണി നമുക്ക് ലൈഫ് ടൈം വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ സിമെൻറ്റിനും നമുക്കൊരു കാലാവധിയുണ്ട്, ഇതിന് കാലാവധിയില്ല. കല്ലുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ പണി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ അടിച്ചൊതുക്കി പണിയണം, ചീളൊക്കെ വെച്ച്. അപ്പോൾ ജോയിൻറ്റ് കറക്റ്റായിരിക്കും. സിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇതുകൂടെ ഉണ്ടാവും. അപ്പോൾ സിമെൻറ്റ് വേണമെന്നില്ല. ഇത് 2 നില വീടുകൾക്കൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന രീതികളാണ്. ചില ആൾക്കാർക്ക് ഒരു ഭയമുണ്ട്, സിമെൻറ്റ് പണിതില്ലെങ്കിൽ തള്ളിപ്പോകുന്നു. ഒരിക്കലും തള്ളിപ്പോകത്തില്ല. അത് പതുക്കെ പണിയണം, ലോക്ക് ചെയ്ത് പണിയണം. എങ്ങനെയെങ്കിലും കടികൂട്ടിയാൽ നിൽക്കില്ല, അവിടെ പോയിക്കോളും. നമ്മൾ പറഞ്ഞ പോലെ തള്ളിപ്പോകും. പക്ഷേ ഇത് നല്ല രീതിയിൽ വളരെ സാധാരണത്തിൽ കല്ലുകളെ വട്ടത്തിൽ ലോക്ക് ചെയ്ത് പണിയേണ്ട ഒരു പണിയാണ്. അപ്പോൾ ഈ പണിനെ പൂർണ്ണമായി നിങ്ങൾ ആദ്യം ഒന്ന് കാണാം, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. മൊത്തം ഒന്ന് കാണാം. അപ്പോൾ വർക്ക് കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെയാണ് നമ്മളെല്ലാ വർക്കും ചെയ്യുന്നത്. സിമെൻറ്റിലും പണിയുന്നുണ്ട്. സിമെൻറ്റിലെ ഉള്ളും പുറമൊക്കെ സിമെൻറ്റിലും പണിയുന്നവർ നമ്മൾ തറ പണിയും. ഇവിടങ്ങളിൽ നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ സിമെൻറ്റ് ഇല്ലാതെയാണ് പണിയുന്നത്. ഒരു 60% വർക്ക് സിമെൻറ്റ് ഇല്ലാതെ. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, ഉറപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. സിമെൻറ്റിൽ പണിതില്ലെങ്കിൽ കറക്കി കുഴപ്പം വരും എന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, സിമെൻറ്റ് ഇല്ലാതെയും പണിയാം. ഇത് പണിയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പണിയണം. കറക്റ്റ് കല്ലടിച്ചൊതുക്കി ലോക്ക് ചെയ്ത് നന്നായി പണിതാലേ. ഇതിപ്പോൾ 560 സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഞങ്ങൾ 3 ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഇന്ന് അവസാനിക്കുന്നത്. 3ാമത്തെ ദിവസം ബേസ്മെൻറ്റ് കേട്ടോ. അടിത്തറ ചെയ്തത് നമ്മൾ 2 ദിവസമാണ്. അപ്പോൾ മൊത്തം 5 ദിവസത്തെ വർക്കാണ്. ഈ തറയ്ക്ക് വന്ന കല്ല് എത്രയാണെന്ന് വെച്ചാൽ 9 ലോഡ് കല്ല് വന്നു. കാരണം ഇത് ഹിറ്റാച്ചി കൊണ്ട് ഫൗണ്ടേഷൻ എടുത്തത്. സത്യത്തിൽ ഇതിനാകെ 8 ലോഡ് 7 ലോഡ് കല്ല് വരുള്ളൂ. അതുകൊണ്ട് 9 ലോഡിലേക്ക് എത്തി. ഹിറ്റാച്ചി കൊണ്ട് കോരിയത് കൊണ്ടാണ്. ഒത്തിരി കല്ല് കൂടുതൽ പോയാലും ഉറപ്പുണ്ട്, അത് കുഴപ്പമില്ല. എന്തെങ്കിലും ഈ സാധാരണക്കാരൻ്റെ വീട് പണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് പണിതാൽ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ കല്ല് നമ്മളെ കയ്യിൽ നിന്ന് അമിതമായി പോവും. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ. അപ്പോൾ പൈസ ഇല്ലാത്ത വ്യക്തികൾ, ലോൺ പേരൊക്കെ ഉള്ള ആൾക്കാരിങ്ങനെ പണിയുമ്പോൾ ആളെ നിർത്തി ഫൗണ്ടേഷൻ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ 1 ലോഡെങ്കിൽ 1 ലോഡ് നമുക്ക് ലാഭം കിട്ടും.
അത് നഷ്ടപ്പെടുത്തണ്ട. അപ്പോൾ ഈ ഹിറ്റാച്ചി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആഴം കൂടിക്കഴിഞ്ഞാൽ കല്ല് കൂടുതൽ പോകും, പണിക്കാർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ പൂർണ്ണമായും സിമെൻ്റ് ഇല്ലാതെ അടിച്ച് പണിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലേ ഇതിലിപ്പോൾ ഒരു 5-8 ചാക്ക് സിമെൻറ്റ് പോവും. അതുപോലെ തന്നെ ഒരു യൂണിറ്റിന് മേലെ, അതായത് 1.5 യൂണിറ്റിൻ്റെ അവിടേക്ക് എംസാൻഡ് പോകും. അപ്പോൾ ആ കാശൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല, അതൊക്കെ ലാഭിക്കാം. എന്തായാലും ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ഇങ്ങോട്ട് വരും, നമ്മൾ ഈ തറയുടെ മേലെ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്താ ബെൽറ്റ് വരുന്നുണ്ട്, 4 ഇഞ്ച് കനത്തിന് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ മേലെ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു പരക്കനിട്ടിട്ട് സൈഡ് അടച്ച് ഇതിന് മേലെ 4 ഇഞ്ചിന് നമ്മൾ ബെൽറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമെൻറ്റിൽ പണിതാലും ഇല്ലെങ്കിലും ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബെൽറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഈ തറയിൽ എവിടെയെങ്കിലും കല്ലിരുന്നാൽ ചുമരിനെ താങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ പൊട്ടിലങ്ങനെ വന്നാൽ ചുമരിലേക്ക് ഏൽക്കാതിരിക്കാനാണ് ബെൽറ്റ് കൊടുക്കുന്നത്. തറയ്ക്ക് ഗുണമൊന്നുമില്ല, ചുമരിനാണ്. തറയ്ക്ക് ഗുണം കിട്ടണമെങ്കിൽ അടിയിൽ കൊടുക്കണം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നല്ല പൂഴി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള മണൽത്തരിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സിമെൻ്റ് ഇല്ലാതെ നമ്മൾ ഇതുപോലെ പണിയാൻ അറിയുന്നവർ ഇതുപോലെ ചെയ്താലേ പാളിക്കല്ലൊന്ന് കുത്തി നിർത്തിയൊക്കെ കെടുത്തിട്ട് പണിയണം. കല്ല് നല്ല ലോക്കായിട്ട്, ചെറുതാണ് വലുതാണില്ല, നല്ല കല്ലുകൾ നമ്മൾ അടിച്ചൊതുക്കി പണിതാലേ നീളത്തിൽ, അതായത് ഇങ്ങനെ നീളം വയ്ക്കുന്നത് വട്ടത്തിൽ പണിത് ചെയ്ത് വെച്ച് ഇതുപോലെ നമ്മൾ ചെയ്താലേ ബെസ്റ്റ് വർക്കാണ്. ഇത് ധൈര്യമായിട്ട് നമുക്കിതുമ്പോൾ ലോഡ് കൊടുക്കാം, യാതൊരു പേടിയും പേടിക്കണ്ട. ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളിത് എവിടെയും വന്ന് പണിയാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പണിയാൻ താല്പര്യമുണ്ടെന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിവിടെ എവിടെയെങ്കിലും വന്ന് ചെയ്തു തരും. നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടണം, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പണി ഇത് മാത്രമല്ല, ഓരോ പണികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം നമസ്കാരം സുഹൃത്തുക്കളെ.